morning, students. Today we learn the second method of calculating national income, expenditure method. In the previous class, we already discussed about the first method of calculating national income, that is product method. In this class, we discussed about the second method of calculating national income, that is expenditure method. The method of calculating national income on the basis of final expenditure is called expenditure method or outlay method. In this method, GDP is calculated adding all the final expenditure in the domestic territory of a country. It includes the expenditure of firms, household, government and external sector. ഈ ഒരു എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ആ ഒരു എക്കോണമിയിലെ മുഴുവൻ ഫേമുകളുടെയും മുഴുവൻ വ്യവസായ സ്ഥാപനങ്ങളുടെയും എക്സ്പെൻഡിച്ചർ അവരുടെ ചെലവുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള മുഴുവൻ ഫേമുകളുടെയും മുഴുവൻ സ്ഥാപനങ്ങളുടെയും ചെലവുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇത് എന്തെല്ലാം ഉൾക്കൊള്ളും? ഒരു ഫേമിന്റെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഫേമിന്റെ എക്സ്പെൻഡിച്ചർ നമ്മൾ ഉൾക്കൊള്ളിക്കും. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. ഒരു എക്കോണമിയിൽ വരുന്ന 4 സെക്ടേഴ്സ് ആയിരുന്നു. എന്തൊക്കെയാണ്? ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ. ഈ 4 സെക്ടറിലും വരുന്ന ചെലവുകൾ മുഴുവൻ കൂട്ടിച്ചേർത്തിട്ടാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെയായിരുന്നു ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇൻ ദി പ്രോഡക്റ്റ് മെത്തേഡ് GDP is calculated by adding the final value of all goods and services produced in the domestic territory of a country. ഒരു കൺട്രിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭൂപ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രോഡക്റ്റ് വാല്യൂ ആഡ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു എക്സ്പെൻഡിച്ചർ മെത്തേഡിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ GDP is calculated by adding expenditure of the domestic territory of a country. ആ ഒരു കൺട്രിക്കകത്ത് വരുന്ന മുഴുവൻ എക്സ്പെൻഡിച്ചർ, അത് ഫേമിന്റെ എക്സ്പെൻഡിച്ചർ ആവാം, ഹൗസ് ഹോൾഡിന്റെ എക്സ്പെൻഡിച്ചർ ആവാം, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ആവാം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ സെക്ടറിന്റെ എക്സ്പെൻഡിച്ചർ ആവാം. ഈ എക്സ്പെൻഡിച്ചറുകൾ എല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. ഫസ്റ്റ് നമ്മൾ എന്താ കണ്ടെത്തിയത്? അതിന്റെ പ്രോഡക്റ്റ് വാല്യൂ, ഔട്ട്പുട്ട് വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു രാജ്യത്തിന്റെ എക്സ്പെൻഡിച്ചർ മുഴുവൻ എക്സ്പെൻഡിച്ചറുകളെയും നമ്മൾ 4 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. ആ ഒരു രാജ്യത്തിന്റെ എക്സ്പെൻഡിച്ചറുകളെ നമ്മൾ 4 ആക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. The country makes the firm's final expenditure into 4 parts. First one, final consumption expenditure on goods and services. Second one, final investment expenditure on other firms for consuming capital goods. And third one, government final consumption expenditure. And last one, export revenue. Export revenue is also known as expenditure on external sector. ഇതിലെ നമ്മുടെ രാജ്യത്തുള്ള ഏതൊരു ഫേമിന്റെയും എക്സ്പെൻഡിച്ചർ, ഫൈനൽ എക്സ്പെൻഡിച്ചർ, അന്തിമ ചെലവുകൾ 4 ഹെഡുകളിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഓരോ ഫേമിന്റെയും ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഓരോ ഫേമും പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾക്ക് എത്ര ചെലവ് വന്നു, എത്ര വില വന്നു, എത്ര ചെലവായി എന്നുള്ളതാണ് ഫസ്റ്റ് വൺ, ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. Then second one, final investment expenditure on for purchasing capital goods. ഈ ഫേമിന്റെ കയ്യിലുള്ള അതല്ലെങ്കിൽ ഈ ഫേം മറ്റു ഫേമുകളുടെ കയ്യിൽ നിന്നും ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ടാവും. ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. കാരണം അവരെന്താ ചെയ്യുന്നത്? അവരുടെ കയ്യിലുള്ള ക്യാഷ് മറ്റ് ഫേമുകളിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഇൻവെസ്റ്റ്മെന്റും ആണ്, ഇവരുടെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പ്രൊഡക്ഷന് വന്നിട്ടുള്ള കോസ്റ്റും ആണ്. Then third one, government final consumption expenditure.
ഈ ഫേം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഹൗസ് ഹോൾഡും ഗവൺമെന്റ് സെക്ടറും എക്സ്റ്റേണൽ സെക്ടറും എല്ലാവരും വാങ്ങുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഗവൺമെന്റിന് ചെലവാകുന്ന പണം അതാണ് എന്ത് ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റിന് വരുന്ന ചെലവാണ് എന്ത് ഗവൺമെന്റ് ഫൈനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എക്സ്പോർട്ട് റവന്യൂ. എക്സ്പോർട്ട് റവന്യൂ ഈസ് ഓൾസോ നോൺ ആസ് എക്സ്പെൻഡിച്ചർ ഓൺ എക്സ്റ്റേണൽ സെക്ടർ. എക്സ്റ്റേണൽ സെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സെക്ടറിന് ചെലവാകുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന പേരാണ് എന്ത് എക്സ്പോർട്ട് റവന്യൂ. ഇപ്പൊ നമ്മുടെ ഫേം പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും എക്സ്പോർട്ട് ചെയ്യും മറ്റ് രാജ്യങ്ങളിലേക്ക്. എക്സ്റ്റേണൽ സെക്ടർ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രി നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ആ രാജ്യത്ത് നിന്നുള്ള ആളുകൾ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിയാൽ നമ്മുടെ കയ്യിലേക്ക് പണം വരും. ആ പണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റവന്യൂ ആണ്. പക്ഷെ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേം നമ്മുടെ രാജ്യത്തുള്ള ഫേം എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളെ നമ്മൾ എക്സ്പോർട്ട് റവന്യൂ എന്നും അതുപോലെ തന്നെ അതേ വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തെ നമ്മൾ എക്സ്പെൻഡിച്ചർ ഓൺ എക്സ്റ്റേണൽ സെക്ടർ എക്സ്റ്റേണൽ സെക്ടറിൽ നിന്ന് വരുന്ന ചിലവ് എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം ആ ഒരു രാജ്യത്തുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ മുഴുവൻ സെക്ടേഴ്സിന്റെയും എക്സ്പെൻഡിച്ചർ കൂട്ടിച്ചേർത്തിട്ടാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. National income calculated on the basis of expenditure method. GDP is calculated by adding all the final expenditure in the domestic territory of a country. ആ ഒരു രാജ്യത്തിന്റെ ഭൂപ്രദേശത്തുള്ള മുഴുവൻ ചെലവുകളും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ആ ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകം എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട 4 മെയിൻ expenditures are made. Final expenditure അന്തിമ ചെലവുകളാണ് ഈ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഫൈനൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ, സെക്കൻഡ് വൺ ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, തേർഡ് വൺ ഗവൺമെന്റ് ഫൈനൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ലാസ്റ്റ് വൺ എക്സ്പോർട്ട് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ ഓൺ എക്സ്റ്റേണൽ സെക്ടർ. ഇനി ഒരു ഫേമിന്റെ റവന്യൂ വാല്യൂ അതല്ലെങ്കിൽ ഒരു ഫേമിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ എങ്ങനെ കണ്ടെത്തും അല്ലെങ്കിൽ ആ ഫേമിന് ലഭിക്കുന്ന റവന്യൂ വാല്യൂ എത്ര ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. റവന്യൂ വാല്യൂ ഓഫ് ദ ഫേം ഒരു ഫേമിന്റെ റവന്യൂ വാല്യൂ ഇവിടെ RV എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ് റവന്യൂ വാല്യൂ. റവന്യൂ വാല്യൂ ഓഫ് ദ ഫേം ഇസ് ഈക്വൽ ടു കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട്. ആ ഒരു ഫേമിന്റെ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് എക്സ്പോർട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ആ ഒരു ഫേമിന്റെ റവന്യൂ വാല്യൂ നമ്മൾ കണ്ടെത്തുന്നത്. കൺസംപ്ഷനിൽ നിന്നും എത്ര വരുമാനം കിട്ടി, ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും എത്ര വരുമാനം കിട്ടി, അതുപോലെ തന്നെ ഗവൺമെന്റ് കൺസംപ്ഷനിൽ നിന്നും എത്ര വരുമാനം കിട്ടി, ആ ഫേമിന്റെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എത്ര വരുമാനം കിട്ടി, ഈ മൂന്നും കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക ആ ഒരു ഫേമിന്റെ റവന്യൂ വാല്യൂ നമ്മൾ കണ്ടെത്തുക. ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും സിഗ്മ RV എന്തിനാണ് നമ്മൾ സിഗ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിഗ്മ ഇസ് ദ സം ടോട്ടൽ ഓരോന്നിന്റെയും മുഴുവൻ കൂട്ടിയ തുകയാണ് നമ്മൾ സിഗ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിഗ്മ RV ഇസ് ഈക്വൽ ടു അപ്പോൾ ഓരോ ഫേമിനും ഇതിപ്പോൾ നമ്മൾ ഒരു ഫേമിന്റെ റവന്യൂ വാല്യൂ ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഒരു ഫേം മാത്രമല്ലല്ലോ ഒരുപാട് ഫേമുകളുണ്ടാവും. അപ്പോൾ ആ ഫേമുകളുടെ മൊത്തം ആ സ്ഥാപനങ്ങളുടെ മൊത്തം റവന്യൂ വാല്യൂ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആഡിങ് the expenditure of all the firm in the domestic territory of a country ആ ഒരു രാജ്യത്തുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും ചെലവുകൾ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ സിഗ്മ RV മുഴുവൻ റവന്യൂ വാല്യൂ എങ്ങനെ കണ്ടെത്താം? സിഗ്മ C അഥവാ ടോട്ടൽ കൺസംപ്ഷൻ പ്ലസ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ടോട്ടൽ ഗവൺമെന്റ് കൺസംപ്ഷൻ പ്ലസ് ആൻഡ് ടോട്ടൽ എക്സ്പോർട്ട് ഇത് മുഴുവൻ കൂട്ടി കിട്ടിയ തുകയാണ് എന്ത് ആ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റവന്യൂ വാല്യൂ എന്ന് പറയും. ഒരു സ്ഥാപനത്തിന്റെ റവന്യൂ വാല്യൂ കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക? കൺസംപ്ഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് കൺസംപ്ഷൻ പ്ലസ് എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ
സിഗ്മ കൺസംഷൻ പ്ലസ് സിഗ്മ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സിഗ്മ ഗവൺമെന്റ് കൺസംഷൻ പ്ലസ് സിഗ്മ എക്സ്പോർട്ട്. ഈ രീതിയിലാണ് റവന്യൂ വാല്യൂ നമ്മൾ കണ്ടെത്തുക. നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ മുഴുവൻ വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കളും നമ്മുടെ രാജ്യത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്തത് ആവണമെന്നില്ല. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളും നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അഗ്രിഗേറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഫേംസും ഹൗസ് ഹോൾഡും ഗവൺമെന്റ് സെക്ടറും വാങ്ങി ഉപയോഗിച്ച മുഴുവൻ സാധനങ്ങളുടെയും എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഭൂപ്രദേശത്ത്, നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രദേശത്ത് വന്നിട്ടുള്ള ചെലവുകളെയാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല ചെലവുകളായിട്ട് വരുന്നത്. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളുടെ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ, ഇറക്കുമതി ചെലവുകളും കൂടെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൊത്തത്തിലുള്ള ചെലവിൽ നിന്നും ആ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ, ഇറക്കുമതി ചെലവിന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇറക്കുമതി ചെലവ് കുറച്ചാൽ മാത്രമാണ് നമുക്ക് ശരിയായിട്ടുള്ള ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയുള്ളൂ. അതല്ലെങ്കിൽ ആ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചറും കൂടെ കൂട്ടിയാലോ അത് നമ്മുടെ ദേശീയ വരുമാനം കൂടുതൽ കാണിക്കുന്നതിന് കാരണമാകും. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഫേമുകളുടെയും ഹൗസ് ഹോൾഡിന്റെയും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന്റെയും ചെലവിൽ നിന്നും ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ശരിയായിട്ടുള്ള ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ അതിൽ നിന്നും ഫോറിൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ നമുക്ക് മൈനസ് ചെയ്യണം. കാരണം നമ്മൾ വിദേശത്ത് നിന്നും സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിന് വരുന്ന ചെലവ് നമുക്ക് മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അത് നമുക്ക് മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ ഫോറിൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന് മറ്റ് രാജ്യങ്ങളിൽ വരുന്ന ചെലവുകൾ നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. നമ്മുടെ രാജ്യത്ത് വരുന്ന ചെലവുകൾ മാത്രം കൂട്ടിച്ചേർത്താലാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായിട്ട് നമ്മൾ നമ്മുടെ മൊത്തത്തിലുള്ള എക്സ്പെൻഡിച്ചറിൽ നിന്നും ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇത് നമുക്ക് ഓരോന്നിന്റെയും കൺസംഷന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും ഗവൺമെന്റിന്റെയും ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് കണക്കാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇനി ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് കണക്കാക്കുക നോക്കാം. ഇവിടെ സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഈ ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്തെല്ലാം കൂടി ചേർന്നതാണ്? C is equal to sigma CI plus CM. അതുകൊണ്ട് തന്നെ sigma CI is equal to C minus M. ഇവിടെ C എന്നത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? C is equal to ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. നമ്മുടെ മുഴുവനായിട്ടുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെയാണ് C കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം ഉൾക്കൊള്ളും? ഡൊമസ്റ്റിക് കൺസംഷൻ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചറും, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്ത സാധനങ്ങളുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചറും കൂടെ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയ C എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ C is equal to final consumption expenditure, CI is equal to imported consumption expenditure and CI is equal to domestic consumption expenditure, CM is equal to imported consumption expenditure. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ മാത്രമായിട്ടുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചർ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി? ഇമ്പോർട്ടഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്താൽ മതി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. C is equal to sigma I അഥവാ ഡൊമസ്റ്റിക് കൺസംഷൻ എക്സ്പെൻഡിച്ചർ നമ്മൾക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി, നമ്മുടെ ഭൂപ്രദേശത്ത്, ആഭ്യന്തര ഭൂപ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളുടെ ചെലവ് മാത്രം നമുക്ക് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇറക്കുമതി ചെയ്ത സാധനങ്ങളുടെ ചെലവ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ
സിഗ്മ സി ഐ അഥവാ മൊത്തത്തിലുള്ള ഡൊമസ്റ്റിക് കൺസംഷൻ ഇൻവെസ്റ്റ്മെന്റ് is equal to C minus CM. C എന്ന് പറഞ്ഞാല് ഫൈനൽ കൺസംഷൻ മൈനസ് ഇമ്പോർട്ടഡ് കൺസംഷൻ. നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് കൺസംഷൻ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള കൺസംഷനിൽ നിന്നും ഇമ്പോർട്ടഡ് കൺസംഷൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ രാജ്യത്തിനകത്തുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നമുക്ക് കിട്ടും. കൺസംഷൻ എക്സ്പെൻഡിച്ചർ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ സി ഐ പ്ലസ് സി എം. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? സി ഐ ആണ്. സി ഐ മീൻസ് ഡൊമസ്റ്റിക് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഡൊമസ്റ്റിക് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു ടോട്ടൽ കൺസംഷൻ അഥവാ ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ മൈനസ് ഇമ്പോർട്ടഡ് കൺസംഷൻ. നമ്മുടെ രാജ്യത്തിന്റെ മുഴുവനായിട്ടുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്ത കൺസംഷൻ എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഡൊമസ്റ്റിക് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. സി ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൊമസ്റ്റിക് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. സി എം മീൻസ് ഇമ്പോർട്ടഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് സി ഇസ് ഈക്വൽ ടു ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? G is equal to sigma GI plus sigma GM. ഇതിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ഇവിടെ G എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഗ്രിഗേറ്റ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അഥവാ ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ മുഴുവനായിട്ടുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചർ എത്രയാണെന്നാണ് G എന്നത് കാണുക. GI എന്ന് പറഞ്ഞാലോ ഡൊമസ്റ്റിക് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് GM is equal to government expenditure on foreign goods and services. വിദേശ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എം എപ്പോഴും എന്തിനെ സൂചിപ്പിക്കും? ഫോറിൻ കൺട്രീസിനെ സൂചിപ്പിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, നമ്മുടെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? മുഴുവനായിട്ടുള്ള ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്താണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഡൊമസ്റ്റിക് കൺസംഷൻ പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഫോറിൻ കൺസംഷൻ. ഇത് രണ്ടും കൂട്ടിച്ചേർത്താലാണ് അഗ്രിഗേറ്റ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നമുക്ക് കിട്ടുക. അതിൽ നിന്നും നമ്മുടെ രാജ്യത്തിന് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. വിദേശ രാജ്യത്ത് നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിന്റെ ചെലവ് നമുക്ക് കണക്കാക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ മാത്രം എക്സ്പെൻഡിച്ചർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓൺ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൈനസ് ഫോറിൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഇവിടെ G എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? അഗ്രിഗേറ്റ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. then GI is equal to government domestic government expenditure. GM is equal to government expenditure on foreign goods and services. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ is equal to sigma II plus IM. ഇവിടെ I എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ is equal to ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. നമ്മുടെ രാജ്യത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിനോട് കൂടെ വിദേശ രാജ്യങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും കൂടെ കൂട്ടിച്ചേർത്തതാണ് എന്ത്? മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. പക്ഷെ നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ എങ്ങനെയായി ഒരു ഇക്വേഷൻ? സിഗ്മ ii, that means investment on domestic investment expenditure is equal to aggregate investment expenditure minus foreign investment expenditure. ഇവിടെ I എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? aggregate final investment expenditure and II is equal to domestic investment expenditure and IM is equal to investment on imported expenditure on imported investment. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഇൻവെസ്റ്റ്മെന്റിന്റെ ചെലവാണ് IM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും എങ്ങനെയാണ് കണക്കാക്കുക നമ്മൾ മനസ്സിലായി. ഇനി മുഴുവനായിട്ടുള്ള എക്സ്പെൻഡിച്ചർ
ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നമ്മുടെ GDP അഥവാ നാഷണൽ ഇൻകം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? C - Cm + I - Im + G - Gm + X. ഇവിടെ C - Cm എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡൊമസ്റ്റിക് കൺസംഷൻ. I - Im എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് and G - Gm is equal to domestic government expenditure and X is equal to export. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ മുകളിൽ കൊടുത്ത ഇക്വേഷനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ് ഏത്? ഈ ഫസ്റ്റിലെ C + I + G + X. ശേഷം ഇതൊക്കെ എന്താണ്? നമ്മുടെ domestic consumption plus domestic investment plus domestic consumption expenditure plus export. ഇത്രയും കാര്യങ്ങൾ കൂട്ടിയിട്ട് അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി? imported consumption expenditure, imported investment expenditure and imported government expenditure. മുഴുവൻ നമ്മുടെ രാജ്യത്തിന്റെ മാത്രമായിട്ടുള്ള കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും എക്സ്പോർട്ടും കൂട്ടിച്ചേർത്തതിന് ശേഷം അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്ത കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും മൈനസ് ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ GDP കാണാനുള്ള അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം GDP കണക്കാക്കുന്നതിനുള്ള ഇക്വേഷനെ നമ്മൾ എങ്ങനെ എഴുതാം? GDP is equal to C + I + G + X - M. C means consumption expenditure, I means investment expenditure, G means government expenditure, X is equal to export and M is equal to import. അപ്പോൾ കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും കൂട്ടിയിട്ട് അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി? എക്സ്പോർട്ടിൽ നിന്നും ഇമ്പോർട്ട് മൈനസ് ചെയ്ത വാല്യൂ കൂടെ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്താൽ എന്ത് കിട്ടും? നമ്മളുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരമുള്ള ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കും. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രോബ്ലം ചെയ്ത് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കും. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരമുള്ള ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Suppose the final consumption expenditure of an economy during a year is C is equal to 10,000 crore. Final investment expenditure is equal to 3,000 crore. Government final consumption expenditure is equal to 2,000 crore and the export income of domestic firm is equal to 1,000 crore. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അതിന്റെ കൂടെ എന്തും കൂടെ തന്നിട്ടുണ്ട്? ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ ഓഫ് ഫൈനൽ കൺസംപ്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ ഡൊമസ്റ്റിക് എക്കോണമി is equal to 500 crore. Import expenditure of government is equal to 200 crore and import expenditure of final consumption is equal to 400 crore. ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിലെ അന്തിമ ഉപയോഗ ചെലവ് അഥവാ C is equal to എത്രയാണ്? 10,000 കോടി. അതുപോലെ തന്നെ I നിക്ഷേപ ചെലവ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ is equal to 3,000 കോടി. അതുപോലെ തന്നെ ഗവൺമെന്റ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റിന്റെ അന്തിമ ഉപയോഗ ചെലവ് സമം 2,000 കോടി. അതുപോലെ തന്നെ എക്സ്പോർട്ട് 1,000 കോടിയാണ്. അതിന്റെ കൂടെ എന്തും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്? ഇമ്പോർട്ട് ചെയ്ത കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ 500 കോടിയും ഇമ്പോർട്ട് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ 400 കോടിയും ഇമ്പോർട്ട് ചെയ്ത ഇറക്കുമതി ചെലവ് ഗവൺമെന്റിന്റെ ഇറക്കുമതി ചെലവ് 200 കോടിയും ആണ്. ഇതിൽ നിന്നും നമ്മൾക്ക് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള GDP നമുക്ക് കണ്ടെത്തണം. GDP കണ്ടെത്താനുള്ള ഇക്വേഷൻ അഥവാ റവന്യൂ വാല്യൂ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് എന്ത്? C + I + G + X - M. ഇവിടെ C എന്ന് പറഞ്ഞാൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ, I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, G മീൻസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, X മീൻസ് എക്സ്പോർട്ട് ആൻഡ് M മീൻസ് ഇമ്പോർട്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ
കോടി, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ 2000 കോടി, എക്സ്പോർട്ട് 1000 കോടി, ഇമ്പോർട്ട് 1100 കോടി. അപ്പൊ ഇതിൽ എക്സ്പോർട്ട് വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഈ ഇമ്പോർട്ടിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടി? ഇമ്പോർട്ട് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഓരോന്നിന്റെയും ഇമ്പോർട്ട് വാല്യൂ കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? മൊത്തത്തിലുള്ള ഇമ്പോർട്ട് കിട്ടും. അപ്പോൾ ഇമ്പോർട്ട് വാല്യൂ ഓൺ കൺസംപ്ഷൻ അഥവാ ഇമ്പോർട്ട് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇമ്പോർട്ട് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഇമ്പോർട്ട് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഇത് മൂന്നും കൂട്ടിച്ചേർത്ത് നമുക്ക് എന്ത് കിട്ടും? മൊത്തത്തിലുള്ള ഇമ്പോർട്ട് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ ഇമ്പോർട്ടഡ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ 500 പ്ലസ് ഇമ്പോർട്ടഡ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ 400 പ്ലസ് ഇമ്പോർട്ടഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ 200 സമം 1100. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഈ 4 കാര്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ 3 കാര്യങ്ങൾ ആദ്യം കൂട്ടുക. അതിൽ ആ ഒരു ആൻസറിൽ നിന്നും ഈ ഒരു ഇമ്പോർട്ട് മാത്രം മൈനസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ദേശീയ വരുമാനം കിട്ടും. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരമുള്ള ദേശീയ വരുമാനം നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ 10,000 പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ 3,000 പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ 2,000 പ്ലസ് എക്സ്പോർട്ട് 10,000. അപ്പോൾ 10,000 പ്ലസ് 3,000 പ്ലസ് 2,000 പ്ലസ് 1,000 സമം 16,000. 16,000 മൈനസ് നമുക്ക് നേരത്തെ ഇവിടെ ഈ 3 കൂട്ടി കിട്ടിയ 1,100 1100. ഇത് മുഴുവൻ കൂട്ടി കിട്ടിയ 16,000-ൽ നിന്നും ഇമ്പോർട്ടുകൾ മുഴുവൻ കൂട്ടി കിട്ടിയ 1,100 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? 40,900 crore. 14,900 കോടി രൂപയാണ് എന്ത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മുടെ ദേശീയ വരുമാനം. ഇനി ഇതിന്റെ സെയിം ഇതുപോലെയുള്ള ഒരു പ്രോബ്ലം തരാം. നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് തിരിച്ച് സെൻഡ് ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ ഇതാണ്. 2 കോളങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഫൈനൽ എക്സ്പെൻഡിച്ചർ, സെക്കൻഡ് വൺ ഫൈനൽ എക്സ്പെൻഡിച്ചർ ഇൻ ക്രോർ. ഒന്നാമത്തെ കോളത്തിൽ എക്സ്പെൻഡിച്ചറുകളുടെ പേരും രണ്ടാമത്തെ കോളത്തിലെ എക്സ്പെൻഡിച്ചറുകളുടെ വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഗവൺമെന്റ് ഇമ്പോർട്ട്, ഗവൺമെന്റ് ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, ഇമ്പോർട്ട് ഓഫ് കൺസംപ്ഷൻ ഗുഡ്സ്, ഗവൺമെന്റ് കൺസംപ്ഷൻ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഇൻകം ഫ്രം എക്സ്പോർട്ട്, പ്രൈവറ്റ് കൺസംപ്ഷൻ. അപ്പോൾ ഓരോന്നിന്റെയും വാല്യൂ അപ്പുറത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ പ്രോബ്ലത്തിന്റെ അതേപോലെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.